കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, 99 മുതൽ 2019 വരെയുള്ള സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇതിനകത്ത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ബോർഡുകൾ മാത്രമല്ല, കോൺഗ്രസിന്റെ ബോർഡുകളും മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ശ്രദ്ധയിലും ഈ വിജയ് മല്യ ശബരിമലയ്ക്ക് നൽകിയ, ഭഗവാന് നൽകിയ ഈ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു രേഖയും എവിടെയും കാണുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ശ്രദ്ധയിൽ ഏതെങ്കിലും കാലത്ത് വന്നതായി അങ്ങേക്കറിയാമോ? ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ 1980 നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായി. ഒരു പക്ഷേ നീലിമയൊക്കെ ചെറിയ കുട്ടികളായിരിക്കും, ഞാനൊക്കെ ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വിഗ്രഹങ്ങൾ മോഷണം വന്നു കഴിഞ്ഞപ്പം അന്ന് പ്രതിപക്ഷ നേതാവ് ലീഡർ ഇക്കാര്യം നിയമസഭയിൽ വളരെ ശക്തമായി വൈകാരികമായി ഉന്നയിച്ചു. ഈ ഏറ്റുമാനൂരപ്പന്റെ സംഭവം കൂടെ ഉണ്ടായപ്പോഴത്തേക്ക് ഇത് വലിയ ജനവികാരമായി. അപ്പോ നയനാർ അതിന് നിയമസഭയിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, വളരെ കൗതുകകരമാണ്. ദൈവത്തിന് എന്തിനാ പാറാവെന്നാണ് അദ്ദേഹം മറുപടി ചോദിച്ചത്. നയനാർ ചോദിച്ചുകൊണ്ട് പിന്നെ അതിനകത്ത് വേറെ വിവാദങ്ങൾ ഉണ്ടായില്ല, കാരണം അദ്ദേഹം അങ്ങനെ ചോദ്യം ചോദിക്കുന്നതാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ഒരു പുതിയ ചോദ്യമാണ്, ദൈവത്തിന് എന്തിനാ സ്വർണ്ണപ്പാളി, അത് അടിച്ചു മാറ്റിയേക്കാന്നുള്ള പുതിയൊരു തിയറിയിലേക്ക് അവർ വന്നിരിക്കുക. അത് അവർ വളരെ ഫലപ്രദമായിട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, സുരേഷ് ബാബു സാറ് എൻ്റെ നേതാവാണ്, ഞങ്ങൾ തമ്മിൽ വളരെ ആത്മാർത്ഥമായ ബന്ധങ്ങളുള്ളത്, അദ്ദേഹം വേറൊരു ചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എൻ്റെ പഴയ നേതാവാണെന്നുള്ള ബഹുമാനത്തിനൊന്നും ഒരു കുറവുമില്ല. ഒന്ന് നീലിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾ കയറി ഇറങ്ങേണ്ട സ്ഥലമല്ല ശബരിമല. അതൊരു വിശ്വാസത്തിന്റെ ഭാഗം. അതില്ലാത്തവൻ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത്? പൂജാരി കൊടുക്കുന്ന പ്രസാദം കയ്യിൽ വെച്ചിട്ട് അത് തിരുമ്മി താഴോട്ട് കളയുന്നവനും പ്രസാദം നീട്ടുമ്പോൾ പുറത്തോട്ട് തിരിഞ്ഞു നോക്കുന്നവരും അവരൊക്കെ എന്തിനാ ശബരിമലയുടെ ഭാഗമായിട്ട് ഇതിനെ നയിക്കാനായിട്ട് പോകുന്നത്? അപ്പോ ആ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനും ഈ വക ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവര് ശബരിമലയുടെ ഭാഗമായി മാറിയപ്പോൾ അവരെ സംബന്ധിച്ചത് കേവലം യാന്ത്രികമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ളത് കിട്ടുന്നതെല്ലാം അടിച്ചു മാറ്റുക എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിലേക്ക് അവര് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യം 99 മുതൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു കാര്യമാണല്ലോ അങ്ങ് പറഞ്ഞത്. ശരിയാണ്. 1998 സി വിജയ് മല്യ, പഴയ കിങ് ഫിഷറിന്റെ തലവൻ സി വിജയ് മല്യ, അദ്ദേഹമാണ് ഈ സ്വർണ്ണ പാളികൾ ഇതിൽ പതിപ്പിക്കാൻ, സ്വർണം പൂശലല്ല, സ്വർണം പൂശൽ വേറെ ഒരു പ്രക്രിയയാണ്. അത് എന്താ പറഞ്ഞ വളരെ മൈന്യൂട്ടായിട്ട് ഏതെങ്കിലും ലോകത്തിന്റെ പുറത്ത് ഒരു ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മറിച്ച് ഇവിടെ നടന്നിരിക്കുന്നത് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ അതിനെ പതിപ്പിച്ച് ചെമ്പ് ആണി കൊണ്ട് അതിൽ സ്ക്രൂ ചെയ്ത് അതിൽ പിടിപ്പിച്ചിരിക്കുന്ന പ്രക്രിയയാണ്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 33 കിലോയിലധികം സ്വർണമാണ് ആ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 53ഓളം വിദഗ്ധന്മാര് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും അതോടൊപ്പം തന്നെ മാന്നാറിൽ നിന്നുള്ള ഈ കാര്യത്തിലെ വിദഗ്ധന്മാർ, ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പ്രക്രിയ നടന്നിട്ടുള്ളത്. അത് വളരെ സവിസ്തരം ഈ കാര്യത്തിൽ ഇതിന്റെയൊക്കെ ചർച്ചകളും ഇതൊക്കെ നടന്നുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, സ്വർണം പൂശലല്ല അവിടെ നടന്നിരിക്കുന്നത്. അവിടെ നടന്നിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അത് സ്വർണം പതിപ്പിക്കൽ എന്ന് പറയുന്ന സ്വർണം പൊതിയലാണ് നടന്നിരിക്കുന്നത്. സ്വർണം പൊതിയലാണ് നടന്നിരിക്കുന്നത്. അത് എന്താ പറഞ്ഞ ഇതിന്റെ മുകൾ ഭാഗത്ത് വാതിൽപ്പടികള്, അതുപോലെ തന്നെ കന്നിമൂലയില്, ഇങ്ങനെ പല ഭാഗങ്ങളിലും നടന്നിരിക്കുന്നു. അതിലൊന്നാണ് ഈ ദ്വാരപാലകരുടെ ഈ വാതിലിൽ പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 98 മുതൽ 2019 വരെ, ഇപ്പോൾ ഇവിടെ ബഹുമാന്യായ ശ്രീ SR കുമാർ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടം വരെ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്, അത് പബ്ലിക് ഡൊമിനിയനുള്ള ചിത്രങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള പടങ്ങളും ഇതൊക്കെ പുറത്തു വരുന്നത് അതുപോലെ കണ്ട ആളുകളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ 2019 ഞാൻ മനസ്സിലാക്കുന്നത് 2019 ശ്രീ A പത്മകുമാറും ശ്രീ ശങ്കർദാസും ശ്രീ A രാഘവനും, ഇവർ 3 പേരാണ്. ഒരാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ബാക്കി അംഗങ്ങളും. ഇവരുടെ കാലഘട്ടത്തിലാണ് ഇത് പൊളിക്കാനും ഇതിന്റെ ഒരു 14ഓളം പാളികൾ ഇത് നമ്മൾ ഈ പറഞ്ഞ മുൻ കഥാപാത്രം ഈ സുബ്രഹ്മണ്യം പോറ്റിയിൽ എത്തുവാനും ഒക്കെയുള്ള സാഹചര്യമുണ്ടായി.
ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ എത്തുവാനുള്ളത്. അത് ഈ 98 നടക്കുമ്പോൾ ശ്രീ എൻ ഭാസ്കരൻ നായരും MVG നമ്പൂതിരിയും അവരൊക്കെ വളരെ സ്വാധീകരും വലിയ വിശ്വാസികളുമായിട്ടുള്ള ആളുകളാണ്. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഇതിന്റെ പ്രക്രിയയൊക്കെ നടന്നിട്ടുള്ളത്, അതിനൊന്നും ഒരു പോരായ്മയില്ല. പക്ഷേ ശ്രീ പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ ഇവിടെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമല്ല നിൽക്കേണ്ടത്. ഇവിടെ അന്വേഷണം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലേക്ക് പോകണം, അന്നത്തെ അംഗങ്ങളിലേക്ക് പോകണം, അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം. ഇത് വെറുതെ അല്ല. ഈ ദേവസ്വം എന്ന് പറയുന്നത് നമ്മൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, യെസ്, അല്ല, നമ്മൾ പണ്ട് പറയുമായിരുന്നല്ലോ ഇത് ദേവസ്വം വകയാണോ അടിച്ചോണ്ട് പോകാൻ എന്നുള്ളത് ഒരു നാട്ടിലുള്ള ചൊല്ല. ഇതിപ്പോ അതുപോലെ അത് അന്വർത്ഥമായിരിക്കുകയാണ്. ദേവസ്വം മുതൽ കാട്ടിലെ തടി എന്താ തേവരുടെ ആന വലിയടാ വലിയെന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ദേവസ്വത്തിന്റെ സാധനം ആർക്കും അടിച്ചുകൊണ്ട് പോകാം, മാറ്റിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പോറ്റി ഇപ്പൊ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തനിക്ക് കിട്ടിയിരിക്കുന്ന ചെമ്പുപാളികളാണ്. ചെമ്പുപാളികളല്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ സ്വർണം പൂശിയതല്ല, സ്വർണം പതിപ്പിച്ച പാളികളാണ്. ആ പാളികളിലെ 4 കിലോയോ 5 കിലോയോളം വരുന്ന സ്വർണത്തിന്റെ കുറവ് വന്നിരിക്കുന്നു. ഈ സ്വർണം എവിടെയാണ് പോയിരിക്കുന്നത്? ഈ 39 ദിവസക്കാലത്തോളം ഈ പാളികള് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കാനുള്ള സാഹചര്യം എന്ത്? ഇവിടെ 2 പ്രഗത്ഭരായ ആളുകൾ ശ്രീ RG രാധാകൃഷ്ണൻ, ശ്രീ SJR കുമാറും പറഞ്ഞു അവിടുത്തെ നടപടിക്രമങ്ങൾ. കാരണം അവിടെ ഒരു സാധനവും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മഹസർ ഇൻവെന്ററി തയ്യാറാക്കി അതിന്റെ വെയിറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി കണക്കാക്കിയതിനു ശേഷം ദേവസ്വത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അകമ്പടിയോടുകൂടി അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോറ്റി ഇവിടെ വന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ എടുത്തുകൊണ്ട് പോയ സാധനങ്ങൾ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സ്വർണം അതെങ്ങനെ കുറവ് വന്നു? ഈ 39 ദിവസം ഇതിനെ എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്? അതിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന പിരിവെത്ര, അതിന്റെ വിഹിതം കിട്ടിയേക്കുന്ന ആളുകൾ എത്ര, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആഗോള അയ്യപ്പ സംഗമം, ഞാൻ നീലിമ ഓർമ്മപ്പെടുത്തുന്നു, ഞാനൊരു വിശ്വാസിയാ. ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പണ്ട് ജെറുസലേമിലെ ദേവാലയത്തില് ക്രിസ്തുദേവൻ ചാട്ടവാറുമായിട്ട് ഇറങ്ങി ഇവനെയൊക്കെ അടിച്ചു ഓടിച്ചതുപോലെ അയ്യപ്പൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കള്ളന്മാരെ മുഴുവൻ ഇതൊരു നിമിത്തമല്ലേ ആയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ ആഗോള അയ്യപ്പ സംഗമം 20-ാം തീയതി തുടങ്ങി 4 ദിവസം മുമ്പ് ഈ എന്താ പറഞ്ഞ പീഠത്തെക്കുറിച്ചുള്ള ചർച്ച വന്നിരിക്കുന്നു. ഇതൊക്കെ സത്യമുള്ള മുതലുകളാണ്. വിശ്വാസികൾ അവൻ കരിമല കയറ്റം ചവിട്ടി ആ മലയിൽ ചെന്ന് അയ്യപ്പനെ സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ വിശ്വാസികൾ കൊടുക്കുന്നതാണ്. ആ വിശ്വാസികൾ കൊടുക്കുന്നത് ഈ അവിശ്വാസികൾ അടിച്ചു മാറ്റുന്നത് അത് അയ്യപ്പൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ അത് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. ഇതെല്ലാം മണിമണിയായിട്ട് പുറത്തു വരും. പക്ഷെ പുറത്തു വരണമെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിക്കാൻ പറ്റത്തില്ല. അതൊരു സ്വതന്ത്ര ഏജൻസി. ആ സ്വതന്ത്ര സേനാപതി വേണു, അപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു പോകേണ്ടതുണ്ട്. നിങ്ങളുടെ ഭരണസമിതിയും അവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നു. 98-ൽ നയനാർ സർക്കാരിന്റെ കാലത്ത് വിജയ് മല്യ വരുന്നു, ഈ സ്വർണം പൊതിഞ്ഞ് നൽകുകയാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ഭരണസമിതികൾ വരുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അല്ല, പ്രയാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രയാറിനെ പോലെ സ്വാധികരായ എന്താ പറഞ്ഞ 101% കറകളഞ്ഞ അയ്യപ്പ വിശ്വാസികൾ. ശ്രീ രാമൻ നായർ ഞങ്ങളോടൊപ്പം ഇല്ല. പക്ഷെ രാമൻ നായർ ഏതെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചു എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സി അജയ് തറയിൽ, ഈ സുരേഷ് ബാബു സാറിനറിയാം. അവരൊക്കെ വളരെ എന്താ പറഞ്ഞ പൊതുജീവിതത്തിന്റെ വലിയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച ആളുകളാണ്. അവരൊന്നും അവിടുന്ന് ഒരു കട്ടൻ കാപ്പിയുടെ, അതാണല്ലോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും ചെറുത്, അതുപോലും അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ള ആളുകളല്ല. മറിച്ച് അവിശ്വാസികൾ. പക്ഷേ നമ്മൾ മറന്നുപോയത് ഒരു കാര്യം, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസിന്റെ സമയത്ത് VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജയകുമാർ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ. അവിടെ നടന്ന ഇല്ലാത്ത പാത്രത്തിന്റെ കണക്ക് എഴുതി വാങ്ങി 1.81 കോടി രൂപയുടെ നഷ്ടമൊക്കെ ഖജനാവിന് വരുത്തിയ കഥയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ചെറിയ വെട്ടിപ്പൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വിസ്മരിച്ചുകൂടാ.